ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒന്ന് ക്ഷമയൊക്കെ പറഞ്ഞോളാം എന്ന് വിചാരിക്കാട്ടോ അശ്വിൻ. ആ സമയത്താണെങ്കിൽ ശ്രുതി അടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇന്നലെ ചേച്ചിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാണെന്ന് നിനക്ക് പറഞ്ഞാൽ എന്തായിരുന്നു, നീ എന്താ പറയാതിരുന്നത്, അതുകൊണ്ടല്ലേ എനിക്ക് അത്ര ദേഷ്യം വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയണ്ട്, നിങ്ങൾക്ക് ദേഷ്യം വന്നതിന് അതിന് പ്രത്യേകിച്ച് കാരണം വേണോ, ഇതല്ലെങ്കിൽ വേറൊരു വിഷയം, നിങ്ങൾക്ക് ദേഷ്യം വരാനായിട്ട് അങ്ങനെ ഒരുപാട് വിഷയം വേണമെന്നില്ലല്ലോ. ആഹാ, ഞാൻ നിന്നോട് സോറി പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും നിനക്ക് അഹങ്കാരോ, നിങ്ങളുടെ സോറി എനിക്ക് ആവശ്യമില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞെന്നുള്ളൂ അശ്വിൻ സായരാം എന്ന് പറയാണ്. അശ്വിൻ ആണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിൻ രാവിലെ ആകുമ്പോഴേക്കും ഫയലും കാര്യങ്ങളൊക്കെ തപ്പാണ് ഓഫീസിൽ പോകുമ്പോൾ, എന്റെ ഫയലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പട്ടിയിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോ ശ്രുതി അശ്വിന്റെ കയ്യിലേക്ക് ഫയൽ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. കാരണം ശ്രുതിയാണല്ലോ കഴിഞ്ഞ ദിവസം അശ്വിന്റെ കൂടെ ഓഫീസിൽ പോയത്, അതുകൊണ്ട് ആ ഫയൽ ശ്രുതിയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ ശ്രുതി അത് മിണ്ടാതെയാണ് അശ്വിന്റെ കയ്യിലേക്ക് കൊണ്ടേ കൊടുക്കുന്നത്. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് സൗണ്ടൊക്കെ ഇപ്പൊ തിരിച്ചു കിട്ടി, അതൊരു നിന്റെ ആവശ്യം ഇനിയില്ല, ഓഫീസിലേക്ക് നീ വരണോന്നില്ല, ഓഫീസിൽ നിന്നുള്ള നിന്റെ വരവ് ഞാൻ പുറത്താക്കിയിരിക്കണ്, ഓഫീസിന് മാത്രമല്ല ഈ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് വരാത്ത വിഷമം തോന്നും കേട്ടോ. അശ്വൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, 6 മാസത്തെ എഗ്രിമെന്റ് ആയി പോയില്ലേ, അത് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. അപ്പോഴേക്കും ശ്രുതിനെ മിണ്ടാതിരിക്കുമ്പോ, നീ എന്താ മിണ്ടാത്തത്, ഒരു കണക്കിന് നീ മിണ്ടാതിരിക്കണേ നല്ലത്, കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വർക്കിന് പോകാട്ടോ. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ മിണ്ടാതിരുന്ന ഇയാൾക്ക് ഒരു കുഴപ്പമില്ല, ആൾക്ക് അത്രയും സമാധാനം എന്ന് പറയണത് ശരി അശ്വിൻ സാറാ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന് ശ്രുതി വിചാരിക്കുകയാണ്. അങ്ങനെ ശ്രുതി ആണെങ്കിൽ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. അതായത് അശ്വിൻ ഒരു വൈകുന്നേരം ഒരു 6-7 മണിയാകുമ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയം പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ ആ സമയം അങ്ങോട്ട് കടന്നു പോകുമല്ലോ. പിന്നെ ശ്രുതി ആണെങ്കിൽ ട്യൂഷൻ എടുക്കുന്നത് 7 മണി തൊട്ട് 9:30 വരെയാണ് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നത്. അശ്വിൻ എന്തായാലും 10 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഒരു അരമണിക്കൂർ അവിടെ ഇവിടേക്ക് നിൽക്കുകയാണെങ്കിൽ അശ്വിൻ കിടന്ന് കഴിയുമ്പോഴേക്ക് റൂമിലേക്ക് പോകുകയും ചെയ്യാം. അങ്ങനെയാണ് ശ്രുതി വിചാരിക്കുന്നത്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും അശ്വിൻ റൂമിലേക്ക് എത്തുവാണ്. ശ്രുതിനെ റൂമിലൊന്നും കാണുന്നില്ല. അവിടെ ഇവിടേക്ക് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, കാണുന്നില്ല കേട്ടോ. രാമേട്ടാ രാമേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി എവിടെ, ശ്രുതിക്കുഞ്ഞ് ഇവിടെ എവിടെയോ, വേണ്ട വേണ്ട ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കാണ്. ശ്രുതിനെ അവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ട് അശ്വിൻ പുറകിലേക്ക് നോക്കുമ്പോൾ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുക കേട്ടോ. പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കേൾക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്ന പിള്ളേരാണ് കേട്ടോ. അത് കാണുമ്പോഴേക്കും അശ്വിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, അപ്പൊ ഇവളുടെ വക ട്യൂഷൻ ക്ലാസ് കൂടി തുടങ്ങിയോ എന്ന് ആലോചിക്കുകയാണ് അശ്വിൻ. അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശിയും അതുപോലെ മനോരമയും പ്രീതിയും കൂടി നടന്നു പോകുന്നുണ്ട്. അവരോട് അശ്വിൻ ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി ഇവൾ എന്ത് ഭാവിച്ചിട്ട് ട്യൂഷൻ എടുക്കണത് അത് പറയുമ്പോഴേക്കും, അത് കൊള്ളാം, പിള്ളേർക്ക് കുറച്ച് അറിവ് പറഞ്ഞു കൊടുക്കണത് ഇത്ര വലിയ തെറ്റാണോ, നോക്കിക്കേ പിള്ളേര് ഒരു 5-6 പിള്ളേർ ഇപ്പൊ തന്നെ ഉണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞാൽ പിള്ളേര് കൂടുമെന്ന് തോന്നുന്നത്, അവൾ നന്നായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് കുഞ്ഞ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, അവൾക്കേ കുഞ്ഞുങ്ങളാവണ വരെ പിള്ളേര് ട്യൂഷൻ എടുത്തിട്ട് ആ ഒരു കുറവ് നികത്താന്ന് വിചാരിച്ച് കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനോരമ അവിടെ നിന്ന് പോകാട്ടോ. അശ്വിൻ ദേഷ്യം കാണും. അവിടേക്ക് നോക്കുമ്പോഴേക്കും ശ്രുതി ട്യൂഷൻ എടുത്തോണ്ടിരിക്കണം. പക്ഷെ ശ്രുതി അശ്വിനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതി ട്യൂഷൻ ക്ലാസ്സിൽ പുതിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. വേറൊന്നല്ല, ഫസ്റ്റ് ഡേ അല്ലേ, ഇന്നൊന്നും പഠിക്കൊന്നും വേണ്ട, നമുക്ക് നമ്മളെ പരിചയപ്പെടാം, പിന്നെ ഒരു കഥ പറഞ്ഞുതരാം, പിന്നെ കഥ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, നാളെ ആകുമ്പോഴേക്കും ഇത് ഇന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എല്ലാവരും കറക്റ്റ് മറുപടി പറയണം, ശരി എന്ന് പിള്ളേരും പറയുന്നുണ്ട്. അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ശ്രുതി കഥ പറഞ്ഞു തുടങ്ങാട്ടോ. ഒരു രാജകുമാരന്റെയും അതുപോലെ തന്നെ രാജകുമാരൻ രാക്ഷസനായി മാറുന്ന ഒരു കഥയാണ്. അതിലൊരു സുന്ദരി ഉണ്ട്, രാജകുമാരന്റെ പൂന്തോട്ടത്തിൽ പൂവെടുക്കാൻ വരുന്ന സുന്ദരി. ആ സമയത്ത് രാജകുമാരൻ രാക്ഷസനായിട്ട് മാറിയിട്ട് സുന്ദരിയെ ഉപദ്രവിക്കാൻ നോക്കുമ്പോ പെട്ടെന്ന് രാജകുമാരനായി മാറി സുന്ദരിനെ രക്ഷിക്കുന്ന ഒരു കഥയാണ് കേട്ടോ. അപ്പൊ ശ്രുതി ഉദ്ദേശിക്കുന്നത് വേറൊന്നല്ല, അശ്വിന്റെയും ശ്രുതിയുടെയും സ്റ്റോറി തന്നെയാണ് ഇവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതാണ് അശ്വിന് മനസ്സിലായി അത് ശ്രുതി തന്നെയാണ് ഉദ്ദേശിക്കണേന്ന്. ശ്രുതി ഇങ്ങനെ പിള്ളേർക്ക് പറയുന്നുണ്ട്, ഒരേ സമയം രാജകുമാരനാകും ഒരേ സമയം രാക്ഷസനാകും, ഒരാൾക്ക് എങ്ങനെ മാറാൻ പറ്റുന്നത് എന്നൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ പറയാണ് ശ്രുതി. അതൊക്കെ കേൾക്കുമ്പോൾ അശ്വിന് ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ശേഷം അശ്വിൻ റൂമിലേക്ക് പോവാണ്. ശ്രുതിനെ കാണുന്നില്ല. സമയം 9 മണിയായി. ഇവളെന്താ വരാത്തത്, ഇവളെ ഞാനെന്തിനാ കാത്തിരിക്കണത്, അതിന്റെ ഒരു ആവശ്യവും ഇല്ല, അവള് വരുമ്പോ വരട്ടെ എന്ന് വേണ്ട അശ്വിൻ വീണ്ടും ക്ലോക്കിലേക്ക് നോക്കാണ്. സമയം 9:15. ശ്രുതി വരുന്നില്ല. ശ്രുതി ആണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കാണ്, അശ്വിൻ സായരാം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി കിടക്കായിരുന്നു, എന്തായാലും അയാളുടെ മുമ്പിലേക്ക് ഞാനിനി പോവില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ പോയി നോക്കുമ്പോഴേക്കും അശ്വിൻ കണ്ണടച്ച് കിടക്കണത് കാണുന്നുണ്ട് കേട്ടോ. സമാധാനായി, അയാൾ ഉറങ്ങി, ഇനി സമാധാനത്തോടെ കൂടി തന്നെ റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. പക്ഷെ അശ്വിൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ. അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവിടെ വന്ന് കിടക്കുവാണ്. അശ്വിൻ കുറച്ചേരം ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശ്രുതി പതുക്കെ കണ്ണ് തുറക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അശ്വിൻ കണ്ണടച്ചിട്ട് ഉറങ്ങുന്ന പോലെ വീണ്ടും അഭിനയിക്കുക.
വിചാരിക്കുകയാണ്. ശ്രുതി പതുക്കെ അശ്വിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇയാൾ ഒരു പാവമാണ്, പക്ഷെ തന്റെ അടുത്ത് മാത്രം എന്തിനാ ഇങ്ങനെ കാണിക്കണത് എന്നുള്ള വിചാരമായിട്ട് ശ്രുതിക്ക്. അങ്ങനെ രാവിലെ കടന്നു പോകും. പിറ്റേ ദിവസം പിള്ളേര് വീണ്ടും ട്യൂഷന് വരും കേട്ടോ. അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. അങ്ങനെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്ന ശ്രുതിനെ കുറെ നേരം അശ്വിൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. ട്യൂഷൻ എടുക്കുന്ന സമയത്ത് അശ്വിൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതിന് ശേഷം നടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ ശ്യാം ആണെങ്കിൽ ശ്യാമിന്റെ ഒരേ പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അശ്വിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ കബോർഡിലെ കീ സ്വന്തമാക്കണം. അതിനുശേഷം അതിലെ ആ ഫയലിനുള്ളിൽ എന്താണെന്ന് എന്നറിയണം. അതിന് വേണ്ടിയിട്ട് ശ്യാം ആണെങ്കിൽ അശ്വിന്റെ പുറകെ നടക്കാണ്. അങ്ങനെ ശ്യാം മനസ്സിലാക്കുന്നുണ്ട് അശ്വിന്റെ പോക്കറ്റിന്റെ ഉള്ളിൽ, അതായത് അശ്വിൻ ആ ഒരു കീ, കബോർഡിന്റെ കീ തന്റെ കയ്യിൽ തന്നെയാണ് സൂക്ഷിക്കണം എന്നുള്ള സത്യം ശ്യാമിനെ മനസ്സിലാവാണ്. ശ്യാം പിന്നെ അത് എടുക്കാനുള്ള തത്രപ്പാടിലായിക്കോട്ടോ. എങ്ങനെയെങ്കിലൊക്കെ ആ കീ എടുക്കണം, എങ്ങനെയെങ്കിലൊക്കെ അവര് സൂക്ഷിച്ചിരിക്കണ ഫയൽ എന്താണെന്ന് അറിയണം. അത് മാത്രം ശ്യാമിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ശ്യാം പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. നമ്മുടെ അഞ്ജലിനെ വരെ കാര്യമാക്കുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്യാം ഇങ്ങനെ വിചാരിക്കുകയാണ്, മുത്തശ്ശിനെ വെച്ചിട്ട് അശ്വിന്റെ കയ്യിൽ നിന്ന് ആ കീ വാങ്ങിച്ചാലോ എന്ന രീതിയിൽ. അതിനെയാണ് ശ്യാം പ്രൊമോയില് കാണിച്ചില്ലേ ശ്യാം ഇങ്ങനെ പറയണത്. അതായത് ഈ പ്രസാദം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കുഞ്ഞിനെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതാണ്, ഇത് കുഞ്ഞിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നില്ലേ. അത് ആ സമയത്താണ് കേട്ടോ. അപ്പൊ അശ്വിനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. പക്ഷെ മുത്തശ്ശി അടുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാൽ മുത്തശ്ശിക്ക് വിഷമവും. അതുകൊണ്ട് അശ്വിനും ഒന്നും പറയുന്നില്ല. പക്ഷെ പറയണ്ട, ഒരിക്കലും ഞാൻ ഈ ചരട് കയ്യിൽ കെട്ടില്ല, പക്ഷെ എന്റെ പോക്കറ്റിൽ ഞാൻ സൂക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ചരട് പോക്കറ്റിലേക്ക് എടുത്തു വെക്കുന്ന സമയത്താണ് പോക്കറ്റിൽ നിന്ന് ആ കീ നിലത്തേക്ക് വീഴുന്നത്. ആഹാ, അപ്പൊ നീ കീ കയ്യിൽ പിടിച്ചു സൂക്ഷിക്കുകയാണല്ലേ, അപ്പോ ആ ഫയൽ വല്ലാത്ത സംഭവം തന്നെയാണ് ഉള്ളത്, അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും കുഞ്ഞ, തീർച്ചയായിട്ടും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ അഞ്ജലിനെ വെച്ചിട്ട് ആ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശ്യാം ഉദ്ദേശിക്കുന്നു കേട്ടോ. അഞ്ജലിക്ക് ചില സംശയമൊക്കെ ശ്യാമിന് തോന്നുന്നുണ്ടെങ്കിലും ശ്യാം അതിവിദഗ്ധമായിട്ട് തന്നെയാണ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡ് ഇത്രയും ഭാഗം മാത്രമേ കാണിക്കുള്ളൂ. ശ്രുതി ട്യൂഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ മാക്സിമം ഈ അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. എന്തായാലും ഇനിയിപ്പോ 2-3 എപ്പിസോഡിലേക്ക് ഇവിടെ റൊമാൻസും കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് തന്നെയാണ് കടന്നു പോണത്. പക്ഷെ അശ്വിൻ ചെറുതായിട്ട് ഇങ്ങനെ ശ്രുതിനെ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇത് താൻ അന്ന് കണ്ടത് വെറും തന്റെ ഒരു തോന്നലായിരിക്കോ, അഥവാ തോന്നലാണെങ്കിൽ തന്നെ ഈ ശ്രുതിക്ക് തന്നോട് വന്ന് പറഞ്ഞൂടെ അത് തോന്നലാണ്, ശ്യാമും താനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ശ്രുതിക്കൊന്ന് പറഞ്ഞൂടെ എന്നൊക്കെയാണ് അശ്വിൻ ഇനി വിചാരിക്കുന്നത്. വലിയ തെറ്റിദ്ധാരണ കാര്യങ്ങളൊന്നും അശ്വിനി ഇല്ല. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിലോ, ഈ അശ്വിൻ എന്തിനാണ് തന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനാ തന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്, അതിന് കാരണം എന്താണ് എന്നൊക്കെയാണ് ശ്രുതി ആലോചിക്കുന്നത്. അങ്ങനെ അവർ പരസ്പരം ഒരു ബന്ധമില്ലാണ്ട കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും തന്നെ ഇരിക്കും. ഈ ആഴ്ച വലിയ റൊമാൻറ്റിക് സീനൊന്നും ഇല്ല. ട്യൂഷൻ എടുക്കുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ അശ്വിൻ ശ്രുതിനെ നോക്കിയിരിക്കുന്നതും ശ്രുതി അശ്വിനെ നോക്കിയിരിക്കുന്നതും ഇത്രയും ഭാഗങ്ങളായിട്ട് തന്നെയാണ് ഈ ആഴ്ച കടന്നു പോകാൻ പോണത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.